ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 21. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും, നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെ ഇസ്രായേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അതിന് യോവാബ്, യഹോവ തന്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും എന്റെ യജമാനനായ രാജാവേ, അവരൊക്കെയും യജമാനന്റെ ദാസന്മാരല്ലയോ? യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രായേലിന് കുറ്റത്തിന്റെ കാരണമായി തീരുന്ന എന്തിനെ എന്ന് പറഞ്ഞു. എന്നാൽ യോവാബ് രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അതുകൊണ്ട് യോവാബ് പുറപ്പെട്ട് എല്ലാ ഇസ്രായേലിലും കൂടി സഞ്ചരിച്ച് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. യോവാബ് ജനത്തെ എണ്ണിയ സംഖ്യ ദാവീദിന് കൊടുത്തു. ഇസ്രായേലിൽ ആയുധവാണികളെല്ലാം കൂടി 11 ലക്ഷം പേർ. യഹൂദായിൽ ആയുധവാണികൾ 4,70,000 പേർ. എന്നാൽ രാജാവിന്റെ കൽപ്പന യോവാബിന് വെറുപ്പായിരുന്നത് കൊണ്ട് അവൻ ലേവിയെയും ബെന്യാമീനെയും അവരുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നത് കൊണ്ട് അവൻ ഇസ്രായേലിനെ ബാധിച്ചു. അപ്പോൾ ദാവീദ് ദൈവത്തോട്, ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു. എന്നാൽ അടിയന്റെ അകൃത്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. യഹോവ ദാവീദിന്റെ ദർശകനായ ഗാദിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു, അവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. അങ്ങനെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 3 സംവത്സരത്തെ ക്ഷാമമോ, നിന്റെ ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി നീ 3 മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ, ദേശത്ത് 3 ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി ഇസ്രായേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യുകയോ, ഇവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നെ അയച്ചവനോട് ഞാൻ എന്തൊരു മറുപടി പറയേണ്ടു എന്ന് ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ. അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രായേലിൽ മഹാമാരി അയച്ചു. ഇസ്രായേലിൽ 70,000 പേർ വീണുപോയി. ദൈവം യെരൂശലേമിനെ നശിപ്പിക്കേണ്ടതിന് ഒരു ദൂതനെ അവിടെ അയച്ചു. അവൻ നശിപ്പിപ്പാൻ ഭാവിക്കുമ്പോൾ യഹോവ കണ്ട് ആ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ച് നാശക ദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. യഹോവയുടെ ദൂതൻ യെബൂസിനായ ഒർന്നാന്റെ കളത്തിനരികെ നിൽക്കുകയായിരുന്നു. ദാവീദ് തലപൊക്കി യഹോവയുടെ ദൂതൻ വാൾ ഊരി യെരൂശലേമിന് മീതെ നീട്ടിപ്പിടിച്ചും കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ട് ദാവീദും മൂപ്പന്മാരും രട്ടുടുത്ത് സാഷ്ടാംഗം വീണു. ദാവീദ് ദൈവത്തോട്, ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാപി ഞാനാകുന്നു. ഈ ആടുകൾ എന്തു ചെയ്തിരിക്കുന്നു? യഹോവേ, എന്റെ ദൈവമേ, നിന്റെ കൈ ബാധയ്ക്കായിട്ട് നിന്റെ ജനത്തിന്മേലല്ല എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ദൂതൻ ഗാദിനോട്, ദാവീദ് ചെന്ന് യെബൂസിനായ ഒർന്നാന്റെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിയണമെന്ന് ദാവീദിനോട് പറവാൻ കൽപ്പിച്ചു. യഹോവയുടെ നാമത്തിൽ ഗാദ് പറഞ്ഞ വചനപ്രകാരം ദാവീദ് ചെന്നു. ഒർന്നാൻ തിരിഞ്ഞ് ദൂതനെ കണ്ട് തന്റെ 4 പുത്രന്മാരുമായി ഒളിച്ചു. ഒർന്നാൻ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദാവീദ് ഒർന്നാന്റെ അടുക്കൽ വന്നപ്പോൾ ഒർന്നാൻ നോക്കി ദാവീദിനെ കണ്ട് കളത്തിൽ നിന്ന് പുറത്തു ചെന്ന് ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് ഒർന്നാനോട്, ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് അത് എനിക്ക് തരേണം. ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അത് മുഴുവിലയ്ക്ക് എനിക്ക് തരേണമെന്ന് പറഞ്ഞു. അതിന് ഒർന്നാൻ ദാവീദിനോട്, അത് എടുത്തുകൊള്ളുക, യജമാനനായ രാജാവിന്റെ പ്രസാദം പോലെ ചെയ്തു കൊണ്ടാലും ഇതാ, ഞാൻ ഹോമയാഗത്തിന് കാളകളെയും വിറകിന് മെതിവണ്ടികളെയും ഭോജനയാഗത്തിന് കോതമ്പിനെയും തരുന്നു, എല്ലാം ഞാൻ തരുന്നു എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ഒർന്നാനോട്, അങ്ങനെയല്ല, ഞാൻ മുഴുവിലയ്ക്ക് അത് വാങ്ങുകയുള്ളൂ. നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ആ സ്ഥലത്തിന് 600 ശേക്കൽ പൊന്ന് ഒർന്നാന് കൊടുത്തു. ദാവീദ് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീ ഇറക്കി അവന് ഉത്തരമരളി. യഹോവ ദൂതനോട് കൽപ്പിച്ചു. അവൻ തന്റെ വാൾ വീണ്ടും ഉറയിലിട്ടു. ആ കാലത്ത്
യെബൂസിനായ ഒർന്നാന്റെ കളത്തിൽ വെച്ച് യഹോവ തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരളി എന്ന് ദാവീദ് കണ്ടിട്ട് അവിടെ യാഗം കഴിച്ചു. മോശെ മരുഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയിരുന്ന യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും അന്ന് ഗിബെയോനിലെ പൂജാഗിരിയിലായിരുന്നു. യഹോവയുടെ ദൂതന്റെ വാളിനെ പേടിച്ചതുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചെല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല.